ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനായിട്ട് കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നേക്കുന്ന പൈതൃക ഗോത്രവർഗ്ഗ ഗ്രാമമായ എന്നൂരിലാണ് കേട്ടോ. ഇത് വൈത്തിരിക്കടുത്താണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. എന്നൂരിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് ഇതിൻ്റെ ടൈമിംഗ് എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്ക് താഴെ നിന്ന് ഇവിടേക്ക് എത്താൻ പറ്റുക, അതുപോലെ തന്നെ എപ്പോൾ എത്തിയാൽ നമുക്ക് തിരക്കില്ലാതെ ഇവിടെ കയറാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസും ചില ടിപ്സും അടങ്ങിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എന്നൂരിലാണ് കേട്ടോ. ഇവിടേക്ക് എത്തുന്ന വഴി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്കിടിയിൽ നിന്ന് വെറ്റിനറി കോളേജിൻ്റെ റൂട്ടിലാണ് നമ്മുടെ എന്നൂരുള്ളത്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു 2 കിലോമീറ്റർ ജീപ്പിൽ വരേണ്ടതുണ്ട്. ആ ജീപ്പിൽ നമുക്കൊരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ അഡൽറ്റിന് 20 രൂപയും കുട്ടികൾക്ക് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ജീപ്പിന് പുറമെ ഇവിടെ ഇന്നോവ ടവേര പോലുള്ള വണ്ടികളും അവൈലബിൾ ആണ്. തിരക്കുള്ള സമയത്ത് നമുക്ക് ആ വണ്ടികൾക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യപ്രദം. കാരണം 50 രൂപയാണ് അതിന് ടിക്കറ്റ്. പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എല്ലാവരും ജീപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ വണ്ടി നമ്മൾ വരുന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറച്ച് കുറവാണ്. പാർക്കിംഗ് ഏരിയ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റോട്ടിലായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക തിരക്കുള്ള സമയത്ത്. അല്ലാത്ത സമയത്താണ് ഉള്ളിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് ജീപ്പ് കയറിയിട്ട് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ ഗ്രാമത്തിലെത്തും. ഇതാണ് നേരത്തെ പറഞ്ഞ ജീപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് പൈതൃക ഗ്രാമം വരെ ഒരു 8 ജീപ്പുകൾ വെച്ചിട്ടാണ് ഇവർ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ കാത്തു നിന്ന് ഇവിടുന്ന് ജീപ്പിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജീപ്പിൻ്റെ എണ്ണം കൂട്ടുവാണെങ്കിൽ ഇവിടെയുള്ള സഞ്ചാരികളുടെ ആ ഒരു നീണ്ട ക്യൂ നമുക്ക് കഴിവതും ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ എന്നൂരിൻ്റെ എൻട്രൻസിലെത്തി. നേരത്തെ നമ്മൾ ജീപ്പ് പോയിന്റിൽ നിന്ന് എടുത്ത 20 രൂപയ്ക്ക് പുറമെ ഇവിടെയും നമ്മൾ എൻട്രൻസ് ഫീ എടുക്കേണ്ടതുണ്ട്. അഡൽറ്റിന് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് ഉള്ളത്. പിന്നെ ക്യാമറയ്ക്ക് അഡീഷണൽ ആയിട്ട് 150 രൂപയുണ്ട്. ഇത്ര എടുത്താലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇത് കുറച്ച് കത്തിയല്ലേ എന്നുള്ളത് നമുക്കൊന്ന് കയറി നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ എന്നൂരിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലുള്ള ചെറിയ വഴികളാണ്. 2 സൈഡിലും മൺതിട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ വഴികളാണ് ഇവിടുത്തെ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇത് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ നടന്ന് ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടോ. ഇതൊരു പീക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം വൈത്തിരി ടൗണും അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന റോഡുകളൊക്കെ വിസിബിൾ ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. നമ്മൾ ഈ കയറി ചെന്ന് ആദ്യം കാണുന്ന ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരു കംഫർട്ട് സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് കഴിഞ്ഞ് കയറി വരുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ? നല്ല മൺതിട്ടനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മതിലുകളുണ്ടല്ലേ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത്. പിന്നെ ഈ ചുറ്റുമുള്ള മലനിരകളൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അധികവും മഴയില്ലാത്ത നല്ല മേഘങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പിന്നെ ഈ കയറി വരുന്ന അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ആദ്യത്തെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ഇതാ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇത് എൻ്റെ പുറകെ കാണുന്നത് എന്നൂരിലുള്ള ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഗദ്ദിക ഫുഡ് കോർട്ടിലാണ് പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിശേഷങ്ങളൊന്ന് കാണാം. ഇവിടുന്ന് ഞങ്ങൾ ചായ, സ്നാക്സ്, അതുപോലെ കൂൾ ഡ്രിങ്ക്സും ഒക്കെയാണ് ട്രൈ ചെയ്തത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അത്ര വലിയ റേറ്റും തോന്നിയിട്ടില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.
ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാ ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് കേട്ടോ ഗോത്ര കുടിലുകൾ. ഇതിൻ്റെ വലത് വശത്തായിട്ട് നമുക്ക് കഫറ്റേരിയയും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ആദ്യം കഫറ്റേരിയൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് കുടിലുകളുടെ അടുത്തേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നേക്കുന്നതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ പ്രൊഡക്റ്റുകളുടെ റീറ്റെയിൽ ഷോപ്പാണുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഗോത്ര ചിത്ര പ്രദർശനം നടത്തുന്ന ഒരു ഹാളാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോ ചിത്രങ്ങളായിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ട്രൈബ്സിൻ്റെ വീടുകളാണ് കേട്ടോ. അപ്പോൾ എന്നൂരിൽ അതൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീടുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ എന്നൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു കിലോമീറ്ററോളൊക്കെ തന്നെ നമ്മൾ നടക്കുന്നുണ്ട് ചുറ്റുമായിട്ട്. അപ്പോൾ ഈ സമയത്ത് വെയിലുള്ള സമയത്താണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊപ്പിയും കാര്യങ്ങളും, നിങ്ങൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിലും തൊപ്പിയും കാര്യങ്ങളൊക്കെ കരുതുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും ആ ഒരു നടത്തം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉള്ള ഒരു കുടിലിൻ്റെ മുന്നിലാണുള്ളത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഇതിൻ്റെ വഴികളൊക്കെ, ഇതിലേക്കുള്ള വഴികളൊക്കെ ഒരു ഊരിലുള്ള പോലെ, അവരുടെ ആ ഒരു ട്രൈബൽ വില്ലേജിലുള്ള പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം. നമ്മൾ എന്നൂരിലുള്ള ഒരു വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ ഉള്ളത്. ഇതുപോലെയാണ് ഇവരുടെ ട്രൈബൽസിൻ്റെ റൂമുകളും ഇവിടുത്തെ വീടിൻ്റെ ഉമ്മറക്കോലായൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ ഉമ്മറക്കോലായുമായി ഇവരുടെ ഈ ട്രൈബൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ള രീതിയിലാണ് ഇവിടെ അത് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ പഴമയുടെ ഒരു അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ ലൈറ്റുകളും അതുപോലെ തന്നെ ഓലമേഞ്ഞ മേൽക്കൂരയും പിന്നെ അതുപോലെ തന്നെ മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചുമരുകളും മണ്ണിനെ കൊണ്ട് കട്ട പാകിയ നിലങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഇതിൽ ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് പേര് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതും മറ്റും കാണാം. എന്നാലും ഒരു 150 രൂപ കൊടുത്ത് ക്യാമറ ഉള്ളിൽ കയറ്റി ഫോട്ടോ എടുക്കാൻ മാത്രമുള്ള ഒരു സെറ്റപ്പൊന്നും അവിടെ തോന്നിയില്ല. എന്നാലും ചെറിയ രീതിയിൽ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് അവിടുത്തെ ആ ഒരു പീക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഏകദേശം 10ഓളം ഹട്ടുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ക്രിയേഷൻ കണ്ടില്ലേ. ഇതിൻ്റെ എല്ലാം ചുമരുകളും അതുപോലെ റൂഫും ഒക്കെ ഒരേ രീതിയിലാണുള്ളത്. പിന്നെ അതിൻ്റെ ആ ഫ്രണ്ടിലാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. റൂംസ് അതുപോലെ തന്നെ ഒരു സിംഗിൾ റൂം അല്ലെങ്കിൽ ഡബിൾ റൂം ഉള്ള രീതിയിലാണ് ഓരോ ഹട്ടും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വൈകുന്നേര സമയങ്ങളാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ കുറച്ചും കൂടി ഒരു കോടയൊക്കെ ആയിട്ട് ആ വയനാടിൻ്റെ തനതായ അറ്റ്മോസ്ഫിയർ കൂടെ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഉച്ച സമയത്താകുമ്പോൾ നമുക്ക് അങ്ങനെ കോടയൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ ഈ സൈഡുകൾ കണ്ടില്ല, ഓരോ ഭാഗത്തേക്കുള്ള വഴികളും ഇവർ ഇതേപോലെ ഈ രീതിയിൽ ഈ ഒരു കളറിലുള്ള വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ട്രൈബ്സിലൊക്കെ ട്രൈബൽ വില്ലേജിലൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ ഓരോ തിണ്ടുകളായിട്ടാണ് തിരിച്ചേക്കുന്ന ഓരോ വഴികളും. ആ രീതിയിൽ തന്നെ ഇവരത് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജ്. അപ്പോൾ എന്നൂരിനുള്ള ഒരു ട്രൈബൽ കഫറ്റീരിയയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി, ലഞ്ചിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ എന്നൊക്കെ നോക്കി നോക്കാം. പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നല്ല ചൂട് കുത്തരിച്ചോറാണ് കേട്ടോ ഉള്ളത്. പിന്നൊരു മോരുകറി ഉണ്ട്, അച്ചാറ്, ചമ്മന്തി, മുളകുണ്ട്, തോരനുണ്ട്, പിന്നെ നമ്മുടെ സാമ്പാറും. അപ്പം അതിന് പുറമെ ഇവിടെ ആവോലിയും അയിലയും വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു അട്രാക്ഷനാണ് സംഭാരവും അതുപോലെ തന്നെ ഉള്ളി വെള്ളവും എന്ന് പറയുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവോലി ചട്ടിച്ചോറും അതുപോലെ തന്നെ അയിലനെക്കൊണ്ടുള്ള ചട്ടിച്ചോറും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റിന് തരക്കേടില്ലാത്തൊരു ഫുഡാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ ഇത് ഇവിടെയുള്ള ട്രൈബ്സിൻ്റെ കരകൗശല വസ്തുക്കളുടെ സ്റ്റാളുകളാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ വിൽപ്പനയും പ്രദർശനവും ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കയറി നോക്കി നോക്കാം. ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് കേട്ടോ. കഴിവതും ഒന്നുകിൽ നേരത്തെ വരിക, അല്ലെങ്കിൽ വൈകിട്ട് വരാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. എന്നാൽ വെയിലും ഉണ്ടാവില്ല, പിന്നെ ഇവിടുത്തെ ആ ഒരു കറക്റ്റ് ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്നൂര് ഗ്രാമം. നമ്മുടെ ഗോത്രവർഗ്ഗ ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്രവർഗ്ഗ ഗ്രാമമാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്നൂർ സന്ദർശിക്കാൻ വരുന്നവർ ഈ വിവരങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ വരുമല്ലോ അല്ലേ? അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.